തണുപ്പ് കാലത്ത് കുതിച്ചുയരുന്ന വായു മലിനീകരണത്തെ നേരിടാനുള്ള വഴിയായി കൃത്രിമ മഴയെ ഡൽഹി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോൾ പിന്നിൽ ഗുണങ്ങളും ആഘാതങ്ങളുമുണ്ട്. മഴ പെയ്യുമ്പോൾ പൊടിപടലങ്ങൾ അടങ്ങുമെങ്കിലും വലിയ അളവിലുള്ള രാസപ്രവർത്തനം പരിസ്ഥിതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഡൽഹിയിലേക്ക്. എല്ലാ വർഷത്തെയും പോലെ ദീപാവലിക്ക് ശേഷം ഡൽഹിയിലെ വായുമലിനീകരണം റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ്. നിയന്ത്രണ നടപടികൾ ഒന്നും ഗുണം ചെയ്തതുമില്ല. ഈ സാഹചര്യത്തിലാണ് കൃത്രിമ മഴ പെയ്യിച്ച് മലിനീകരണം കുറയ്ക്കാൻ ഡൽഹി സർക്കാർ ഒരുങ്ങുന്നത്. മേഘത്തിന്റെ സ്വാഭാവിക ഗതി മാറ്റുകയാണ് ആദ്യപടി. ക്ലൗഡ് സീഡിംഗ് എന്ന സാങ്കേതിക പ്രവർത്തനത്തിലൂടെയാണ് കൃത്രിമ മഴ സാധ്യമാകുന്നത്. മേഘങ്ങളിൽ നടക്കുന്ന സൂക്ഷ്മ ഭൗതിക പ്രവർത്തനങ്ങൾ രാസപദാർത്ഥങ്ങളിലൂടെ സൃഷ്ടിക്കുന്നതാണ് പ്രക്രിയ. സാധാരണയായി ഈ രീതിയിലൂടെ മഴ പെയ്യാൻ 30 മിനിറ്റ് സമയമെടുക്കും. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അടങ്ങി ശുദ്ധവായു കിട്ടും. വായുമലിനീകരണം കുറയും. ഗുണങ്ങളോടൊപ്പം തന്നെ പാർശ്വഫലങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൃത്രിമ മഴയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മണ്ണിനെയും ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഒക്ടോബർ 29-ന് കൃത്രിമ മഴ പെയ്യിക്കുമെന്നാണ് ഡൽഹി സർക്കാർ അവകാശപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച വിദ്യ ഡൽഹിയിൽ എത്രത്തോളം ഫലപ്രദമാകും എന്നതിൽ മാത്രമാണ് ഇനി സംശയം. ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.